നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നേടിയെടുക്കാനായിട്ടുള്ള വല്ലാത്തൊരു നെട്ടോട്ടത്തിലാണല്ലേ. ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും പലപ്പോഴും ലൈഫിൽ എന്തൊക്കെയോ മിസ് ഔട്ടായി പോകാറുണ്ട് അല്ലേ. വാട്ട് ഇഫ് ഐ ടെൽ യു, നമ്മുടെ ലൈഫിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഫിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് ഈസിയും മാനേജബിളും ആകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ, ഹാപ്പി ആയിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ഫിക്സ് ആക്കിയിരിക്കണം. ഇത് ഫിക്സ് ആക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി മാനേജബിൾ ആയിപ്പോകും. നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് പ്രഡിക്റ്റബിൾ ആക്കി മാറ്റാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, എങ്ങനെ ഈ 3 ഏരിയാസ് ഓഫ് ലൈഫ് നമുക്ക് നമ്മുടെ കയ്യിലാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. യെസ്, ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം എന്താ പറയുന്നത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു എനർജി, നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ്. ഇപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലോട്ട് അത്ര സ്ട്രിക്റ്റാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കറിയുന്നൂടെ. കാരണം പെർഫെക്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും. കാരണം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി റുട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും പലപ്പോഴും പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. പക്ഷെ ഒരു റുട്ടീനും ഫോളോ ചെയ്യാതെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു അസുഖങ്ങളും വരാറില്ല. കുറേയൊക്കെ അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. എന്നാൽ കൂടി ഞാൻ എൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് നോക്കിക്കൊണ്ട് പോകുന്നത്, ഞാൻ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, WHO ഡെഫിനിഷൻ അനുസരിച്ച് ഹെൽത്തിന് 3 ലെവൽസാണ് വരുന്നത്. ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, ഒന്ന് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ദെൻ സോഷ്യൽ വെൽബീങ്. ആൻഡ് ഞാൻ പേഴ്സണലി നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യം കാണുന്നത് 3 ലെവൽസിലാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഹെൽത്ത്, 2 എൻ്റെ ഇമോഷണൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത്, മൂന്നാമത്തേതെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ഹെൽത്താണ്. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറയാം. ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, നമുക്ക് നല്ല ഉറക്കം, നമുക്ക് 8 hours എങ്കിലും നമുക്ക് നല്ല ഉറക്കം കിട്ടുക, നല്ല റിലാക്സേഷൻ നമുക്ക് കിട്ടുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വർക്കൗട്ടാണ്, എക്സസൈസ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു റുട്ടീൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതായത് ഭയങ്കര വലിയ ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വർക്കൗട്ട് റെജിം ഫോളോ ചെയ്യുക, അതൊന്നും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ എഫക്ട്സും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്യുക എന്നതാണ് ഞാൻ ബേസിക്കലി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അതായത് ഇപ്പോൾ ഫുഡാണെങ്കിലും മാക്സിമം ഡേയ്സ് വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക. കാരണം വീട്ടിലെ ഫുഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് നമ്മൾ കഴിച്ചോളും. പിന്നെ ഹൈഡ്രേഷന് വേണ്ടി 2 to 3 liters ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കണം എന്ന് പറയും. ഞാൻ മിനിമം ഒരു 6 to 12 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നല്ല ഉറക്കം വേണം. പിന്നെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വർക്കൗട്ടാണ്. വർക്കൗട്ടിന് ഇത്രയും സ്ട്രെസ് ചെയ്യാനായിട്ട് ഞാൻ സ്ട്രെസ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, നമ്മൾ ഒരു ദിവസം പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ, പല തരത്തിലെ സ്ട്രെസ്സ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഓരോ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ പല പാർട്സിലായിട്ട് സ്റ്റോർ ചെയ്തിരിക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫുൾ ഡേ നമ്മൾ നിൽക്കുവാണ്, നമുക്ക് ബസ്സിലൊക്കെ പോകാനായിട്ട് നമുക്ക് നിൽക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോൾ നമുക്ക് നല്ല കാലുവേദന ഉണ്ടാവും അല്ലേ, അവിടെ എന്തോ ഒരു സ്ട്രെയിൻ അവിടെ സ്റ്റോർ ആവുന്നുണ്ട്. അപ്പം ഇതുപോലെ പല പാർട്സിലും കുറച്ച് സ്ട്രെസ്സ് കളക്ട് ആവുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ, നല്ല രീതിയിൽ ഫിസിക്കൽ മൂവ്മെൻറ്റ് കൊടുത്താൽ, എന്താ പറയുക, നമ്മുടെ ആ ഒരു
നെഗറ്റിവിറ്റിയും ടോക്സിൻസും ഒക്കെ അങ്ങ് റിലീസായി പോകും. അതാണ് പലപ്പോഴും വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു റിലീഫ് പോലെ തോന്നാറുണ്ടല്ലോ. ആ ഒരു നന്നായിട്ട് സ്വെറ്റായി കഴിയുമ്പോൾ ഒരു ചെറിയൊരു റിലീഫ് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതുപോലെ ഓരോന്നും റിലീസ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ആയിട്ടുള്ളത്. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സിനും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ ബോഡീൻ്റെ ഡിമാൻഡ്സും നീഡ്സിനും ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു വർക്കൗട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ വരും ഒരു 10 മിനിറ്റ് എനിക്ക് നടക്കാൻ വാക്കിംഗ് ആണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് വരും 10 മിനിറ്റ് നടക്കുക, അത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. നടക്കുവാണെങ്കിൽ ഓക്കെ, സിമ്പിളാണ്, അത് ഫോളോ ചെയ്താലും മതി. പക്ഷെ മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നടക്കാനായിട്ട് നോക്കുക. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ടുപോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള റുട്ടീൻ. അപ്പോൾ ഇതുപോലൊരു സിമ്പിളായിട്ട് എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റുട്ടീൻ ഫോളോ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഹാബിറ്റ്സ് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഹെൽത്തും സ്ട്രെങ്ത്തും നല്ലൊരു എനർജിയൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് കാര്യങ്ങളല്ലാതെ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന 1-2 ചെറിയ അല്ലാത്ത ടിപ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ബ്രീതിങ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രീതിങ് കറക്റ്റ് ആക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബ്രീതിങ് കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് ബ്രീതിങ് എക്സസൈസുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന 1-2 എക്സസൈസ് എന്ന് വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ അനുലോം വിലോം, അതാണ് ലെഫ്റ്റ് നോസ്ട്രിലിലൂടെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, പോസ് എടുക്കുന്നു, പിന്നെ റൈറ്റ് നോസ്ട്രിലിലൂടെ നമ്മൾ എക്സേൽ ചെയ്യുന്നു, പിന്നെ ആ സെയിം പ്രോസസ്സ് മറ്റേ സൈഡിലൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ വേറൊരു ബ്രീതിങ് ടെക്നിക്ക് പറയുകയാണെങ്കിൽ മറ്റേ ബോക്സ് ബ്രീതിങ്, 4 കൗണ്ട്സ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു, 4 കൗണ്ട്സ് നമ്മൾ പോസ് ചെയ്യുന്നു, പിന്നെ 4 കൗണ്ട്സ് നമ്മൾ എക്സേൽ ചെയ്യുന്നു, പിന്നെ 4 കൗണ്ട്സ് നമ്മൾ വീണ്ടും പോസ് ചെയ്യണം. അപ്പോൾ ആ ടെക്നിക്കൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രീതിങ് ചെയ്താൽ നമുക്കറിയാം. നമ്മളിപ്പോൾ പേടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ബ്രീതിങ് ഒക്കെ നന്നായിട്ട് ചെയ്താൽ നമ്മുടെ പേടിയൊക്കെ നമ്മൾ പെട്ടെന്നൊന്ന് കാം ഡൗൺ ആവും അല്ലേ. അതുപോലെ ബ്രീതിങ് എക്സസൈസ് ചെയ്ത് നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല ഫോക്കസ് കിട്ടും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്രെത്തിൻ്റെ ഒരു ഡ്യൂറേഷനൊക്കെ കുറച്ചുകൂടി, ആ ഒരു ബ്രെത്തിൻ്റെ ആ ഒരു സ്പാൻ കുറച്ചുകൂടി ഒന്ന് നീറ്റാക്കി കിട്ടും. നെക്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കര പേഴ്സണലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. അതായത് സൺഷൈൻ അതുപോലെ മൂൺ ലൈറ്റ്, ഇത് രണ്ടും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ലൊരു സൺലൈറ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മീൻസ് കുറച്ച് നേരം നല്ല വെളിച്ചമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എൻ്റെ മൂഡ് ഭയങ്കര നല്ലതായിരിക്കും. എനിക്ക് ഞാൻ പെട്ടെന്ന് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഇപ്പം എന്തെങ്കിലും നമുക്ക് നല്ല കോൺസെൻട്രേഷനോട് ചെയ്യേണ്ട വല്ല വർക്കോ വല്ലതും ഉണ്ടെങ്കിൽ, വല്ല വർക്കോ പഠിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ആ ഒരു ചെയ്യാനായിട്ടുള്ളൊരു ആ ഒരു മൂഡ് വരും, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മൂഡ് വരും. പക്ഷെ അതേസമയം ഇപ്പോൾ കുറച്ച് റെയിനി സീസൺ പോലെയൊക്കെ കുറച്ച് മൂഡിലൊക്കെ ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് ഗ്ലൂമി ആയി പോകാറുമുണ്ട്. അപ്പം സൺലൈറ്റിന് വേണ്ടി മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു മോർണിംഗ് പേഴ്സണാണ്. അപ്പം ഏർലി മോർണിംഗ് നല്ല വെളുപ്പം കാലത്ത് ഈ 5 മണി തൊട്ട് 7 മണി വരെയുള്ള സമയമാണ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയം. അപ്പോൾ ആ സമയത്ത് സൺ റൈസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം, സൂര്യ ഉദയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ സൂര്യൻ്റെ, അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര നല്ലതാണ്. വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു സോഴ്സാണ് നമ്മുടെ ഈ സൺലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞത്, ഇപ്പം രാത്രിയിൽ എല്ലാ ദിവസവും ഇപ്പോൾ ചന്ദ്രൻ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചന്ദ്രൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരമെങ്കിലും ഈ പറഞ്ഞ പോലെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മേളിലോ ഒക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് നടക്കുന്നത്, അതൊരു നല്ലൊരു ഹാബിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആകും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആകാശമൊക്കെ നോക്കി, ഇപ്പോൾ സ്റ്റാർസൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർസൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് മൈൻഡ് ഇതൊക്കെ നല്ല കാം ഡൗൺ ആവും. നമ്മൾ ആ ഒരു
ലോങ് ഡേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പതുക്കെ സ്ലോ ഡൗൺ ആയിട്ട് തുടങ്ങും. ഉറങ്ങാനായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു മൂഡിലോട്ട് നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ പതുക്കെ പോകുന്ന പോലെ എനിക്കതിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഈ ഒരു സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൊരു റുട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ടാണ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മൈൻഡും നമ്മുടെ ബോഡിയും ഇൻ്റർ കണക്റ്റഡ് ആണല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും പ്ലസിബോ എഫക്റ്റ് ഒക്കെ അറിയാം. അതായത് നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് നമ്മൾക്ക് പല അസുഖങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. അപ്പം ഈ മൈൻഡും ബോഡിയും തമ്മിലുള്ള ആ ഒരു ഇൻ്റർ കണക്ഷൻ, അല്ലെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ബ്രിഡ്ജ് ഗ്യാപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു നല്ലൊരു കാമായിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോകും എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം നെർവസ് സിസ്റ്റം എങ്ങനെ കാമാക്കി വെക്കാം എന്നുള്ളത് അത് നല്ല ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ഞാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈസി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സമാധാനപരമായിട്ട് നല്ല മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാനിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ എത്രയൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, എന്ത് ഫാക്ടേഴ്സും കാണും നമ്മൾക്ക് ഒരു പെട്ടെന്ന് ഒരു ഹറിബറി ഉണ്ടാക്കിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ നമ്മളങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരു ഹറിബറിയിൽ ചെയ്യാതെ കുറച്ച് മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ സമാധാനപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ പോസ്റ്റർ പലപ്പോഴും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല്ല് കടിച്ച് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ മസിൽസ് ഇങ്ങനെ സ്ട്രെയിൻ ആയിരിക്കും, നമ്മുടെ പുരുകവും നെറ്റിയൊക്കെ ഇങ്ങനെ ചുരുക്കി നമ്മളിരിക്കും. അതായത് ഭയങ്കര സ്ട്രെയിൻ ആയിട്ടാണ് നമ്മുടെ പോസ്റ്ററും ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, നമ്മുടെ ഷോൾഡേഴ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ പല്ലൊന്നും കടിക്കാതിരിക്കുക. അതായത് കുറച്ച് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോഴും നമുക്ക് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ ഒരു റിലാക്സേഷൻ തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ബ്രീതിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നമുക്കൊരു കുറച്ച് റിലാക്സേഷൻ കിട്ടാറുണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് വെച്ചാൽ ചിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്രത്തോളം ചിരിക്കുന്നു നമുക്ക് അത്രത്തോളം ആയുസ് ഉണ്ടാകും. അപ്പം ചിരിക്കുക, നമ്മളെപ്പോഴും എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ ചില സമയത്തൊക്കെ കുറച്ചൊക്കെ തമാശകളൊക്കെ പറയാം. എനിക്കിങ്ങനെ പേഴ്സണലി ഫീലായിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രായത്തിന് ശേഷം ലൈഫിൽ നമ്മൾ ജോലി, മാരേജ് അങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞതിന് ശേഷം കുറേ നമ്മൾ ഭൂരിഭാഗ സമയം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. ഇങ്ങനെ തമാശകൾ പറയുന്നതൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് ഫീലായിട്ടുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചിരിക്കാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക, നമ്മൾ ചിരിക്കുക. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം കുറേയൊക്കെ ഒന്ന് നമുക്ക് കാം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയാനായിട്ടുള്ള രണ്ടാമത്തെ ഒരു ഘടകം എന്ന് വെച്ചാൽ, നമുക്കറിയാം സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ പേടി, അതൊക്കെ നമുക്കറിയാം നമ്മുടെ ഹെൽത്തിനെയും ഒക്കെ നമ്മുടെ ലൈഫിനെ തന്നെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് അതിനെ പറ്റി നമുക്കറിയാം, കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതായത് ഇപ്പം കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ ടിപ്സ് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലൈഫിലെ ഗോൾസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് എന്താണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പോസിബിലിറ്റീസ് ഉണ്ട്, അതിനെല്ലാത്തിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ക്ലാരിറ്റി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നത് കുറച്ചൊന്ന് കുറയും.
അതായത് കുറേയൊക്കെ കാര്യങ്ങൾ കുറച്ചൊന്ന് സർട്ടൻ ആയിട്ട് കൺട്രോൾ ആക്കി ലൈഫിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ അൺസർട്ടനിറ്റി വരുമ്പോഴാണ് മിക്കപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടങ്ങ് സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ വരുന്നത്. അതായത് നമുക്ക് അറിഞ്ഞുകൂടാ അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസാണ് നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അങ്ങ് കൂട്ടിത്തരുന്നത്. അപ്പം ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മുടെ ലൈഫിന് തന്നെ ഗുണകരം ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എനിക്ക് തരാനുള്ള കുറച്ച് ടിപ്സ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളൊരു ലെവൽ എന്ന് വെച്ചാൽ സ്പിരിച്വൽ ഹെൽത്താണ്. സ്പിരിച്വാലിറ്റി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മതമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൂജകളോ പ്രാർത്ഥന അങ്ങനെയല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു ടേമാണ്. പക്ഷെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ പ്യുവർലി നമ്മുടെ ഇൻറ്റൻഷൻസ്, അതായത് നമുക്കൊരു നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് നമുക്കുണ്ടായിരിക്കും. അതായത് ഞാനൊക്കെ ആണെങ്കിൽ പലപ്പോഴും നന്നായിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വേറൊരാളെ ഹേർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബേസിക്കലി പറഞ്ഞാൽ ഞാൻ എൻ്റെ മോറൽ വാല്യൂസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്, അതായത് ഞാൻ പ്യുവർ ആണോ അല്ലയോ, എനിക്ക് ആ ഒരു പ്യൂരിറ്റി ഫീൽ ചെയ്യണം. അപ്പം ഞാൻ ആ ഒരു പ്യൂരിറ്റി ഫീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് രാത്രി ഇപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. നമ്മളിന്ന് തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇപ്പം നമ്മൾ കള്ളം ആവശ്യമില്ലാതെ നമ്മൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ ഇൻറ്റൻഷൻസ് നല്ല ഇൻറ്റൻഷൻസ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവ് വരാം, പക്ഷെ അതിനൊക്കെയായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആ ഒരു ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നോ അല്ലായിരുന്നോ എന്നുള്ളതിലാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു പ്രോസസ്സിനെ തന്നെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത് നമ്മുടെ ഇൻറ്റൻഷൻസ് തന്നെയാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇൻറ്റൻഷൻസ് തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു റുട്ടീനും കൂടെ ഞാൻ ഇതിനു വേണ്ടി എൻ്റെ സ്പിരിച്വൽ ഹെൽത്തിന് വേണ്ടി ഞാൻ ഫോളോ ചെയ്യും. അതായത് ഞാൻ പേഴ്സണലി ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രെയർ അല്ല, അതുപോലെ തന്നെ ജേർണലിങ്. ഇപ്പം ദൈവവിശ്വാസമൊക്കെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും മെഡിറ്റേഷൻ ആവാം, യോഗയാവാം, എന്തെങ്കിലും ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗ്രൗണ്ടിങ് ആയിട്ടുള്ള, നമ്മളെ ഗ്രൗണ്ടിൽ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ബേസിക്കായിട്ട് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് എല്ലാ ദിവസവും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഇതായിരുന്നു സ്പിരിച്വൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു ആരോഗ്യത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകൾ തൊട്ട് നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഒരു ദിവസം മുഴുവനും, അതെല്ലാം നമ്മൾ കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമുക്കൊരു നല്ലൊരു ആരോഗ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ.